നമസ്കാരം. എൻ്റെ സന്തോഷം അതല്ല, കഴിഞ്ഞ ദിവസം ഇതൊരു യൂണിഫോമിലൂടെ ഡ്യൂട്ടി ചെയ്യാൻ ഞാൻ പോലീസുകാരനാണ്. ഇവിടെയുള്ള അതിനെയാണ് എല്ലാ ഓണത്തിനും ഇവിടെ സ്ഥിരം പരിപാടിക്ക് ഡ്യൂട്ടി വരുന്നതാണ്. ആദ്യമായിട്ടാണ് അറിയാതെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇത്രയും തന്നെ വിജയത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കയറാൻ പറ്റിയത് വലിയ അനുഗ്രഹമായിട്ട് കരുതുന്നു. ഇതുപോലെ ഒരു ദിവസം പറഞ്ഞതാണ് ഈ പടത്തിൽ ആദ്യത്തിൻ്റെ ഫോട്ടോ എനിക്കാട്ടോ അതിൻ്റെ ഐശ്വര്യം പഠിക്കുന്നുണ്ടായിട്ടുണ്ട്. അതിൻ്റെ സന്തോഷമുണ്ട്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി ഓണം. ഈ ഇതുപോലൊരു പടത്തിൽ ഭാഗമാകാൻ പറ്റിയതിന് ഒരു വലിയ അനുഗ്രഹമാണ്. ശരിക്കും ഞാൻ സിനിമയുടെ മുന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളല്ല. ആസിഫിനൊക്കെ നന്നായിട്ട് അറിയാം. ആസിഫിൻ്റെ ആദ്യത്തെ പടം ഋതു എന്ന് പറയുന്ന സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. പിന്നെ എങ്ങനെയോ സിനിമയുടെ മുമ്പിലേക്ക് വന്നതാണ്. അതുകൊണ്ട് ഇതുപോലത്തെ ഒരു പടത്തിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ ഏറ്റവും വലിയ സന്തോഷം. ഇത് ആസിഫൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല. ഈ സിനിമ ഇത് തിയേറ്ററിൽ വിട്ട് പുറത്തിറക്കുമ്പോഴത്തേക്കും നിങ്ങൾ മനസ്സിലെപ്പോഴും ഈ ഒരു സിനിമയുടെ പല പല കാര്യങ്ങൾ നിങ്ങളെ ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണുക. തിയേറ്ററിൻ്റെ എക്സ്പീരിയൻസ് ഒരു മസ്റ്റാണ്. അതുകൊണ്ട് പ്ലീസ് ഡു വാച്ച് ഇൻ തിയേറ്റേഴ്സ്. ആൻഡ് ഹാപ്പി ഓണം. താങ്ക് യു. നമസ്കാരം, എല്ലാവർക്കും ഹാപ്പി ഓണം. ഈ വർഷം എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ആസിഫിൻ്റെ കൂടെ 2 സിനിമകളാണ്. ഇത് രണ്ടാമത്തെ സിനിമയാണ്. 2 സൂപ്പർ ഹിറ്റാണ്. തലവൻ കൃഷിക്കാരാണ്. താങ്ക്സ് എല്ലാവർക്കും. എല്ലാവരും തിയേറ്ററിൽ സിനിമ പോയി കണ്ട് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ആസ്വദിക്കുക. നല്ലൊരു വർഷം എല്ലാവരും. ഹാപ്പി ഓണം. Thank you so much.